പശ്ചിമേഷ്യ സംഘർഷഭരിതമാകുമ്പോൾ ക്രൂഡ് ഓയിൽ വില വീണ്ടും കുതിച്ചു കയറുകയാണ്. എണ്ണ വില ബാരലിന് $78 കടന്നു. ഒറ്റ ദിവസം കൊണ്ട് 3% മുകളിലാണ് വർധന. ഹോർമുസ് കടലിടുക്ക് അടച്ചതോടെ വീണ്ടും പ്രതിസന്ധി രൂക്ഷമാകുമെന്നാണ് ആശങ്ക. നോബൽ മാരിക്കാരനാണ് ചേരുന്നത്. നോബൽ, പ്രതിസന്ധികൾക്ക് ഒരുവിധം അയവ് വന്നു. ചരക്ക് കപ്പലുകൾ കൂടുതലായി വന്നു തുടങ്ങി. ഇനിയിപ്പോൾ പെട്രോളിന്റെയും ഡീസലിന്റെയും ഒക്കെ വില കുറയ്ക്കണോ? പാചകവാതകത്തിന്റെ വില കുറേശ്ശെയായി കുറച്ചു തുടങ്ങാം എന്നൊക്കെ ചിന്തിച്ചിരുന്ന സമയത്താണ് വീണ്ടും ഈ നമ്മുടെ അടുക്കളയെ ബാധിക്കുന്ന തരത്തിൽ പ്രതിസന്ധി എത്താൻ പോകുന്നത് എന്ന ആശങ്കയുണ്ടാക്കുന്നു നോബൽ മാരിക്കാരൻ. വിനീത, ഇറാൻ അമേരിക്ക സംഘർഷം ഏറെക്കുറെ അവസാനിച്ചു എന്ന ഘട്ടത്തിൽ വലിയ പ്രതീക്ഷയിലായിരുന്നു ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങളും ഉണ്ടായത്. പ്രത്യേകിച്ച് ക്രൂഡ് ഓയിൽ വില താണു. പ്രത്യേകിച്ച് 5% കുറവ് ഉണ്ടായി. അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായപ്പോൾ ഈ ഉയർന്ന പെട്രോളിയം ഡീസലിന്റെ വില, അതോടൊപ്പം തന്നെ വാണിജ്യ LPG വില, ഒപ്പം ഗാർഹിക LPG വില കുറയും എന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത്തരത്തിൽ കുറയ്ക്കുന്നതുമായി ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട നീക്കുപോക്കുകളെ കാര്യങ്ങൾ കടക്കുന്ന ഒരു ഘട്ടം കൂടിയായിരുന്നു. അതിലെയാണ് വീണ്ടും സംഘർഷം രൂക്ഷമായ സാഹചര്യം ഉണ്ടായത്. അതോടെ 3% വർധന ക്രൂഡ് ഓയിൽ വിലയുണ്ടായി. $78 വിലയിലേക്ക് എത്തുകയും ചെയ്തു. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ ഇതേ സംഘർഷം തുടരുകയാണ്. പ്രത്യേകിച്ച് ഹോർമൂസിലൂടെ ഗതാഗതം അനുവദിക്കില്ല എന്ന് ഇറാൻ പറയുന്നു. അതേസമയം ഹോർമൂസ് തുറന്നിട്ടിരിക്കുന്നു അമേരിക്ക പറയുന്നു. പക്ഷേ ആക്രമണങ്ങൾ, പ്രത്യേകിച്ച് കപ്പലുകൾക്കെതിരെ ആക്രമണം അടക്കം ഉണ്ടാകുന്നു. ഈ പശ്ചാത്തലത്തിൽ വീണ്ടും ഈ പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതേ അവസ്ഥ തുടരുകയാണെങ്കിൽ, സംഘർഷവും അവസ്ഥയും തുടരുകയാണെങ്കിൽ സ്വാഭാവികമായും വീണ്ടും ക്രൂഡ് ഓയിലിന്റെ വില ഉയരുകയാണ് ചെയ്യുക. അത് വലിയ തരത്തിൽ വീണ്ടും പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകും. വില കുറയ്ക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരുപക്ഷേ ഇന്ധനവില അടക്കം കൂട്ടേണ്ട സാഹചര്യത്തിലും കാര്യങ്ങൾ എത്തിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്നാൽ നിലവിലത്തെ സാഹചര്യത്തിൽ ക്രൂഡ് ഓയിലിന്റെ വില ഉയർന്നിരിക്കുന്ന വലിയ തിരിച്ചടിയായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യൻ മാർക്കറ്റിൽ എണ്ണ കമ്പനികൾ നേരത്തെ വലിയ ഭീമമായ നഷ്ടം നേരിട്ടതിന് പിന്നാലെയായിരുന്നു വിലവർധന ഉണ്ടായത്. നിലവിൽ ഭീമമായ വിലയ്ക്ക് വാങ്ങിയ ക്രൂഡ് ഓയിൽ അത് സംസ്കരിച്ച് പെട്രോളും ഡീസലും ഒക്കെ വിപണിയിലെത്താൻ ഏറെക്കുറെ 2 മാസം സമയം വരുമെന്നാണ് അന്ന് ഹർദീപ് സിംഗ് പുരി, കേന്ദ്ര പെട്രോളിയം മന്ത്രി, വ്യക്തമാക്കിയത്. അതിന് പിന്നാലെ ഈ പറഞ്ഞ വിലക്കുറവ് വലിയ തരത്തിൽ ഉണ്ടായപ്പോൾ ഇതൊന്ന് കുറച്ചേക്കാം, അല്ലെങ്കിൽ വിലക്കുറവിലേക്ക് പോകാം, അത്തരത്തിൽ ചിന്തകളിലേക്കും ചർച്ചകളിലേക്കും കടക്കാമെന്ന് കേന്ദ്രം അടക്കം തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ നിലവിലുണ്ടായിരിക്കുന്ന സംഘർഷങ്ങൾ വലിയ പ്രതിസന്ധി ഈ മേഖലയ്ക്ക് ഉണ്ടാക്കുന്നു. പ്രത്യേകിച്ച് ഹോർമുസിലെ ഗതാഗതം നടക്കാത്തത് അത് വലിയ പ്രതിസന്ധി ക്രൂഡ് ഓയിലിന്റെ മൂവ്മെന്റിനെ ബാധിക്കുന്നു. അത്തരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായും വിലവർധനവ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകും. ഒരുപക്ഷെ അത് പിടിച്ചു നിർത്താൻ കഴിഞ്ഞാൽ പോലും വില കുറയ്ക്കാനുള്ള സാധ്യത വളരെ കുറവായിട്ട് തന്നെ വേണം നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ. വിനീത, ശരി, നോബൽ മാരിക്കാരൻ വിശദാംശങ്ങൾ നൽകിയായിരുന്നു. ഏതായാലും ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയാണ്. ഇനി ഇന്ത്യയിലെ സാഹചര്യം എന്താകും എന്നത് ആശങ്കപ്പെടുത്തുന്നുമുണ്ട്.